ആ മകൾ ഭയന്നത് എന്താണ്? തന്റെ പഞ്ചായത്തിലെ പണി ഈ പഹന്മാര് കളയോ എന്നുള്ളതാ. അതിന്റെ പേരിൽ പറയിപ്പിച്ച. എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ടാ ഈ പറയുന്ന ഉണ്ണാക്കനുണ്ടല്ലോ രാഹുൽ മാങ്ങയണ്ടി. നിങ്ങൾ ലീഗേരെ, പൊന്നു ലീഗേരെ, കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഈ മാങ്ങയണ്ടിയെ ന്യായീകരിക്കുന്നത്? ഞാൻ 1/2 കോടി രൂപ വാഗ്ദാനം ചെയ്തു. നാട്ടിൽ കനത്ത മഴയാണ്, ദുരന്തമാണ്. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു, നിരവധി ആളുകളെ കാണാതായി, ഒരുപാട് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദുരിത ജീവിതം നയിക്കുന്നു. ഇതൊക്കെ മാധ്യമങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഖ്യനുണ്ടല്ലോ, മൂപ്പര് ഹെലികോപ്റ്ററിൽ അമ്മായിച്ചനെ കാണാനും പിന്നീട് പൊന്നാനിക്ക് ബിരിയാണി കഴിക്കാനും കൊച്ചിയിൽ വന്നിട്ട് ചിരിച്ചു കളിച്ച് ജ്വല്ലറിയുടെ ഉദ്ഘാടനം നടക്കുക. ആരാണ് ഈ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി വി ഡി സതീശനായാലും മറ്റാരായാലും അദ്ദേഹം ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ്. അതുകൊണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ആകെ ഏകോപിപ്പിക്കേണ്ട ഒരാള് സ്വന്തം അമ്മായിയച്ഛൻ ആസ്പത്രി കടക്കുമ്പോൾ ഈ ദുരന്ത സമയത്ത് ഹെലികോപ്റ്ററിൽ കയറി 2 തവണ കൊച്ചിയിലേക്ക് പറക്കുക, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കാർ മാർഗം പൊന്നാനി പോയിട്ട് ബിരിയാണി കഴിക്കുക, പിന്നെ പിറ്റേ ദിവസം കൊച്ചിയിൽ പോയിട്ട് ജ്വല്ലറിയുടെ ഉദ്ഘാടനം കഴിക്കുക. തീർച്ചയായിട്ടും മാധ്യമങ്ങളും പ്രതിപക്ഷവും വിമർശിക്കും. അങ്ങനെ വിമർശിച്ചപ്പോൾ വല്ലാണ്ടങ്ങ് പൊള്ളിയപ്പോൾ നമ്മുടെ രാഹുൽ മാങ്ങയണ്ടിക്ക് അതിലൊരു വല്ലാത്ത വൈക്ലഭ്യം. മൂപ്പര് ഇന്നലെ എണീറ്റിട്ട് നട്ടപ്പാതിരയ്ക്ക് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ. ആ വീഡിയോ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതെ, 1 മിനിറ്റ് നോക്കണേ. എന്തോ ഈ ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നത്. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്തോ ഡീസന്റ് ആയിരുന്നു വിജയം. രാവിലെ പലരും അയച്ചു തന്നൊരു വീഡിയോ ആണ്. കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഏതൊരു പാവപ്പെട്ട അമ്മ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുകയാണ്. ആ ക്യാമ്പിലെ പരിമിതികളെ പറ്റി പറയുന്നു. എന്തോത്തിനാണ് ഈ ഗവൺമെന്റ് എന്ന് ചോദിക്കുന്നു. ഏറ്റവും ഒടുവില ഇതിനേക്കാൾ എത്രയോ ഡീസന്റ് ആണ് ആ വിജയം ചോദിച്ചിട്ട് പോകുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വിവരം അറിയിച്ചു. ആറന്മുള MLA ശ്രീ അബിൻ വർഗീയെ ഫോൺ കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ അബിൻ തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അയച്ചു തന്നിരിക്കുന്നത്. അതുകൂടി നോക്കാം. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ പൊന്നു പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് മിനിമം പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അത്രയേ ഉള്ള കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. എനിക്ക് ആ അമ്മയോട് പ്രത്യേകിച്ച് പരിഭവമൊന്നും തോന്നിയില്ല. പക്ഷേ ആ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയുടെ നാവിലേക്ക് സ്വന്തം കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം. ഒന്ന് ഈ നാക്ക് നോണ പറയില്ലല്ലോ. ഈ മാങ്ങയാണ്ടി പറഞ്ഞ ഡയലോഗ് കേട്ടോ, നിസ്സഹായമായ അമ്മയുടെ. അപ്പൊ അമ്മ നിസ്സഹായത ഉണ്ടെന്നുള്ളത് അവൻ സമ്മതിക്കുന്നുണ്ട്. ബാക്കി കേൾക്കാം. കുത്തിത്തിരി കൊടുത്ത ആ ബിജിലിമോൻ ആരാണെന്ന് കാണണ്ടേ? അമ്പട കേമ സഖാവ് ബിജിലി കൂട്ട കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ ബിജിലിമോൻ എന്ന് പറയുന്ന ചങ്ങാതി. അപ്പൊ കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള CPM-കാരനായ ബിജിലിക്കുട്ടൻ പറഞ്ഞിട്ടാണ് ആ അമ്മച്ചി പറഞ്ഞത് എന്നാണ് അബിൻ വർക്കി മൂപ്പർക്ക് അയച്ചു കൊടുത്ത വീഡിയോയിലുള്ളത്. ആ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്കും സാമാന്യ വിവേകമുണ്ടെങ്കിൽ അറിയാം അമ്മച്ചി ആദ്യം പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെന്നും ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതല്ല എന്നും. രണ്ടാമത് പറഞ്ഞത് അമ്മച്ചിയുടെ മകൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മകള് ചോദിച്ചിട്ട് പറയിപ്പിച്ചത് എന്താണെന്നും അതിനും അമ്മച്ചി പറയുന്ന മറുപടി ഒരാൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാണെന്നും സാമാന്യ ബോധമുള്ള മുഴുവൻ ആളുകൾക്ക് അറിയാം. ഇനി അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ, ആ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മീഡിയ 1 ചാനൽ സംപ്രേഷണം ചെയ്തതാണ്. ഇതേ അമ്മച്ചി പറയുന്ന വസ്തുത. ഇതെല്ലാം ഞങ്ങളുടെ അയൽവക്കക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ നമുക്കൊന്നും. എൻ്റെ മോക്കും പഞ്ചായത്തിൽ ജോലിയുണ്ട്. അപ്പൊ എനിക്ക് അവരോടൊന്നും സംസാരിക്കാനൊക്കെ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൾ എന്നെ കൊല്ലും. അതാ ഞാൻ അവരോട് പറഞ്ഞേ വേണ്ട പറയണ്ട എന്ന് പറഞ്ഞാൽ. അരി അവളെ ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ അക്ഷരം മിണ്ടരുത് തോന്നുന്നു. ഞാൻ പറയുന്നവർക്ക് അറിയാം, അറിയുമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് അവള് എന്നെ എപ്പോഴും ഇത് വെള്ളം കയറിയപ്പോ അമ്മച്ചി ഇവിടായിരുന്നോ? പിന്നെ 14 ദിവസം എന്താ വായിരുന്നു മോനെ, ഓണം പോലെയാണ്. ലാസ്റ്റ് പോകാൻ നേരത്തുണ്ടല്ലോ ചാക്ക് കണക്കിന് ആ സാധനം ഇവിടെ കിടന്നത് ഓരോ മനുഷ്യർക്ക് വാരി കൊടുക്കുക. ഇഷ്ടം പോലെ നോക്കുക, അമ്മച്ചി വസ്തുത പറയണം. അമ്മച്ചിയുടെ മകള് ഈ പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യാണ്. അമ്മച്ചിയുടെ മകളുടെ ബേജാറെന്താണ്? ഈ അമ്മച്ചി ഇത് പറഞ്ഞോടുകൂടി എൻ്റെ പണി തെറിക്കുമോ എന്നുള്ള ബേജാറാണ്. ഇത് അബിൻ വർക്കി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA ഈ സ്ത്രീനോട് പറഞ്ഞിട്ട് അമ്മച്ചിയെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചതാണ്. ആ വീഡിയോ എടുത്തിട്ടാണ് മൂപ്പർ ഇന്നലെ പോസ്റ്റ് ചെയ്തത്. ഈ രാഹുൽ മാങ്ങേണ്ടി എന്ന് പറഞ്ഞ കാമഭ്രാന്തൻ. മൂപ്പരെ പറ്റി ഇതിന്റെ അവസാനം ഞാൻ ഒരു കാര്യം പറയാം. ഇത് കഴിഞ്ഞ ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസിന്റെ ത്രിവർണ മൊയന്തുകളും നമ്മുടെ മൂരിക്കുട്ടന്മാർ കൂടി വ്യാപകമായിട്ട് അങ്ങോട്ട് പ്രചരിപ്പിച്ചു. പൊന്നു സുഹൃത്തുക്കളെ, ഇതാണ് വസ്തുത. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് അറിയും? ഈ വസ്തുത പുറത്ത് വന്നു. ഈ സ്ത്രീയുടെ ഈ മീഡിയ 1 പുറത്തുവിട്ട ഈ ചാനലിലൂടെ പുറത്തുവിട്ട ആ വസ്തുത പുറത്തു വന്നു. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ പൊതുവിൽ ഒരു കുഴപ്പം എന്താ പറയുക,
സത്യം പുറത്തിറങ്ങാൻ ചെരുപ്പിടുമ്പോഴേക്ക് നുണ നാട് ചുറ്റി തിരിച്ചെത്തും. അത്രമേൽ ഇന്ന് രാവിലെ മുതൽ മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും വ്യാപകമായിട്ട് രാഹുൽ മാങ്ങേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഇനി ശരി, ഈ അമ്മച്ചി അങ്ങനെ പറഞ്ഞത് തന്നെയാണ് നമ്മൾ വെക്കുക. ബാക്കിയുള്ളവരോ? ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഈ അമ്മച്ചി പറയുന്നത് വേറെ കുറേ ആളുകൾ പറഞ്ഞ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ദുരന്തം നടന്ന സമയത്തുള്ള ആളുകളുടെ പ്രതികരണമുണ്ടല്ലോ, രക്ഷാപ്രവർത്തകരുടെയും ദുരന്തം അനുഭവിക്കുന്ന ജീവനക്കാരുടെ. ഞാൻ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 3 ആളുടെ ബൈറ്റ് മാത്രം ഞാൻ കേൾക്കും. 5 മണിക്ക് തെരച്ചിൽ നടക്കുന്നു കണ്ടില്ല. 5 മണിയായിട്ട് 5 മണിക്ക് തെരച്ചിൽ നടക്കുന്നു പറഞ്ഞു കണ്ടില്ല. ഞങ്ങൾ 5:30 അവിടെ ഉണ്ട്. 5:30 പോയതിനു ശേഷം 6-6:30 ഇവിടുന്ന് പോലീസ് വരുന്നത്. അതുവരെ ഒരു തെരച്ചിലില്ല. ഇവിടെ വിളിച്ചു പറഞ്ഞ് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അവരുണ്ട് തെരച്ചില്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അപകടം നടക്കുന്നവർക്കറിയാം, മഴയും കാറ്റും വരുമ്പോൾ അപകടം നടക്കുന്നവർക്കറിയാം. എന്തുകൊണ്ട് ഒരു കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിനെ അവിടെ നിയമിച്ചില്ല? ഈ 2 ജീവനെ കല്ലിൽ പിടിച്ചു കിടന്ന ജീവനാണ്. ആരും വന്നിട്ടില്ല, ഞങ്ങൾ ഈ കാണുന്നവരൊക്കെ ഉള്ളൂ. ഇവിടെ ആരും ഒരു സജ്ജീകരണം ഉണ്ടായിട്ടില്ല. ആ വീട്ടില് 3 പേര് ആ വീടിന്റെ മണ്ടയ്ക്ക് തന്നെ നിൽക്കുക, പ്രായമുള്ളവരാ. അവർക്ക് ഇതുവരെ ഇറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ആ പേരുടെ മണ്ടയ്ക്ക് തന്നെ ഇരിക്കുക. ഇവർക്കും ഇറങ്ങാൻ പറ്റത്തില്ല, ഇവർക്കും വീടിന്റെ മണ്ടയ്ക്ക് നിൽക്കുക. എത്ര നേരമായിട്ട് നമ്മുടെ ഇവിടുത്തെ അധികാരികളെ ആരെയും കണ്ടില്ല എന്നുള്ളതാണ്. ഞാൻ രാവിലെ ഒരാൾ പോലും കഴിഞ്ഞ പ്രാവശ്യം 2018 വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ചെന്ന് പറഞ്ഞാൽ NDRFന്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നമ്മളുണ്ടായിരുന്നു. പക്ഷേ ഈ നേരം വരെ ഒരാളെ പോലും നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പൊ തന്റെ ലോട്ടറി കടയിലെ ഒരു ചേട്ടനെ കൊണ്ട് ഞാൻ ഇപ്പം അതിന്റെ മണ്ടയ്ക്ക് വന്ന് വയ്യാത്ത മനുഷ്യന് അയാളെ നോക്കൂ, ഒരൊറ്റയാളെ കണ്ടില്ല ഈ ദുരന്ത പ്രദേശത്ത് സഹായത്തിന്. ഈ പറയുന്ന സർക്കാർ സംവിധാനം എങ്ങനെ ഉണ്ടാവും? ആ സർക്കാർ സംവിധാനം ക്രോഡീകരിക്കേണ്ട അതിൻ്റെ അധ്യക്ഷനുണ്ടല്ലോ, മൂപ്പരപ്പോൾ പൊന്നാനി പോയിട്ട് ബിരിയാണി അടിക്കുക. അപ്പോൾ കുറേ ആളുകളുടെ ചോദ്യം, എന്താ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന്. ഭക്ഷണം ആരോടോ മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞ്? മുഖ്യമന്ത്രി ആകുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ അയാളുടെ പണി ഭക്ഷണം കഴിക്കുന്ന പണിയല്ല. ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താനുള്ള ചുമതല. അതോടൊപ്പം മുഖ്യമന്ത്രി കസേരയിലിരിക്കുമ്പോൾ ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ മുഖ്യമന്ത്രി ചെയ്യേണ്ട പണി ചെയ്തിട്ടില്ല എന്ന് ഈ പറയുന്ന ആളുകൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, ഇത് ഈ രാഹുൽ മാങ്ങേണ്ടി പറയട്ടെ, ഇത് ഏത് CPM-ന്റെ അംഗം പറഞ്ഞു കൊടുത്തിട്ട് പറയിപ്പിച്ചാന്ന്? ഏതെങ്കിലും CPM-ന്റെ അംഗങ്ങൾ പറയിപ്പിച്ചാണോ അതൊക്കെ? എന്നിട്ട് ഇത് പ്രചരിപ്പിക്കുന്നു. എന്തിനപ്പോ ഇതൊക്കെ പ്രചരിപ്പിക്കുന്നവരോ? ഈ പറയുന്ന മുഖ്യനെ ന്യായീകരിക്കാൻ, അയാൾ ചെയ്ത പ്രവർത്തികളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. മൂപ്പര് തന്നെ വന്ന് പറയാം ഭക്ഷണം കഴിക്കുന്നത് കുഴപ്പമാണോന്ന്. ആരിവിടെ ഭക്ഷണം കഴിക്കുന്നത് കുഴപ്പമാന്ന് പറഞ്ഞത്? റോമാ സാമ്രാജ്യം കത്തി എരിയുമ്പോൾ വീണ വായിച്ച ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ മലയാളികൾ പറയാറുണ്ട്, ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, അമ്മയ്ക്ക് പ്രസവ വേദന മകൾക്ക് വീണ വായന എന്ന് പറയാറുണ്ട്. ഈ പഴഞ്ചൊല്ലുമായിട്ട് നിങ്ങളുടെ ചെയ്തികൾക്ക് നല്ല ബന്ധമുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാ. അല്ലാതെ മുഖ്യമന്ത്രി, ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രി പട്ടിണി കിടന്നിട്ടല്ല. അതേസമയം ഓർക്കേണ്ട ഒരു കാര്യം, അയാൾ ചികിത്സക്ക് അമേരിക്കക്ക്, അയാളുടെ അസുഖം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് ചികിത്സക്ക് പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത സമയത്താണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. അത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ ദുരന്ത നിവാരണ സമിതിയുടെ അധ്യക്ഷൻ എന്നയാൾക്ക് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു. ജനങ്ങൾക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും ഓരോ ദിവസം വൈകുന്നേരങ്ങളിൽ ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പത്രസമ്മേളനത്തിലൂടെ വിശദീകരിച്ചു കൊണ്ടേയിരുന്നു. അതാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. ഈ രീതിയിലുള്ള എന്തെങ്കിലും പറഞ്ഞോ? അതേ അമ്മച്ചി പറയാണ് 18-ലെ പ്രളയത്തില് 14 ദിവസം 2 ആഴ്ചക്കാലം ഓണമായിരുന്നു. അവിടെ ഓണം വരുമ്പോ ഇഷ്ടം പോലെ സാധനങ്ങൾ കൈയോടെ കൊണ്ടുവരുന്നു. അത്രത്തോളം സാധനങ്ങൾ കിട്ടിയെന്ന് ഈ അമ്മച്ചി തന്നെ സാക്ഷ്യപ്പെടുന്നത്. ആ മകളെ പേടിക്കാതെ അമ്മച്ചി പറയാണ്. ആ മകൾ ഭയന്നത് എന്താണ്? തന്റെ പഞ്ചായത്തിലെ പണി ഈ പഹന്മാര് കളയോന്നുള്ളതാ. അതിന്റെ പേരിൽ പറയിപ്പിച്ച. എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ടാ ഈ പറയുന്ന ഉണ്ണാക്കനുണ്ടല്ലോ രാഹുൽ മാങ്ങേണ്ടി. നിങ്ങൾ ലീഗുകാരെ, പൊന്നു ലീഗുകാരെ, കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഈ മാങ്ങേണ്ടിയെ ന്യായീകരിക്കുന്നത്? ഞാൻ 1/2 കോടി രൂപ വാഗ്ദാനം ചെയ്തു. രാഹുൽ മാങ്ങേണ്ടി നിങ്ങൾ ന്യായീകരിക്കുന്ന മൂപ്പര് സുജായി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ പാണക്കാട്ടെ തങ്ങളൊക്കെ എന്നെ കെട്ടിപ്പിടിക്കുന്നത്, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. പൊന്നു മക്കളെ, ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമപ്രകാരം ഒരു സ്ത്രീയും പുരുഷനോ ഒരു പ്രായപൂർത്തിയായതാണെങ്കിൽ അവർ വിവാഹം കഴിച്ചതോ അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല. അവർക്ക് ശാരീരികമായി ബന്ധപ്പെടാൻ കുഴപ്പമില്ല, പരസ്പര സമ്മതത്തോടു കൂടി. ഈ വകുപ്പ് വെച്ചിട്ടാണ് മൂപ്പർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് മൂപ്പർ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഞാൻ ആ നിയമപരമല്ലാത്തത് എന്താ ചെയ്തത്? ഇത് മൊയന്ത് ലീഗർക്ക് മനസ്സിലാവണില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കും ഒന്ന് പറഞ്ഞ, രണ്ടാമത്തേന് ശരീഅത്ത് പറയുന്ന. ശരീഅത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടോ? പരസ്പര സമ്മതത്തോട് കൂടിയിട്ടാണെങ്കിൽ ആ പരിപാടിയൊക്കെ ആവാം. ഗർഭം ഉണ്ടാക്കുക, പിന്നെ ഗർഭം കലക്കാന്ന്.
ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾ ഈ ചങ്ങാതിനെ ന്യായീകരിക്കുന്നവരോടായിട്ട് പറയാണ്, ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതൊക്കെ വ്യാജമാണെങ്കിൽ എന്ന് വെച്ചാൽ ഇയാളുടെ ശബ്ദരേഖ, വാട്സപ്പ് ചാറ്റ്, ഗൂഗിൾ പേയിൽ വരെ മെസ്സേജ് അയച്ച മനുഷ്യനാണ്. ഇതൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ അതിലേതെങ്കിലും ഒന്ന് കോടതിയിൽ പോയിട്ട് വ്യാജമാണെന്ന് തെളിയിക്കുന്നവർക്ക് 50 ലക്ഷം രൂപ തരാമെന്നു. അണ്ടിക്ക് ബലമുള്ള ഒരൊറ്റ എണ്ണം ഉണ്ടായില്ല. ഏറ്റെടുത്ത ആരെങ്കിലും ഒരെണ്ണം ഏറ്റെടുത്തില്ല. മുസ്ലിം ലീഗുകാരായാലും കോൺഗ്രസ്സുകാരായാലും. അതിന്റെ പച്ച മലയാളം എന്താണെന്ന് പറയുമോ? ഈ പറയുന്ന ഉണ്ണാക്കം ചെയ്ത പരിപാടികളൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് അവനോട് ഒരു മൊഹബത്തുണ്ട്. അത് മറ്റേടത്തെ മൊഹബത്താ, അവന്റെ മറ്റേ പണിയോടുള്ള മൊഹബത്താ, അതിനപ്പുറത്തൊന്നുമില്ല. അങ്ങനെ ബോധ്യപ്പെട്ട ആളുകളാണ് ഈ പറയുന്ന രാഹുൽ മാങ്ങിയാണ്ടി അബിൻ വർക്കിയെ വിളിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി അയച്ചു കൊടുത്തിട്ട് അത് പ്രചരിപ്പിച്ചപ്പോൾ അത് നാട് നീളെ പ്രചരിപ്പിച്ചത് ആരെ രക്ഷിക്കാനാണ്? ഒരു ദുരന്ത മുഖത്ത് മുഖ്യമന്ത്രി പെരുമാറേണ്ട വിധം പെരുമാറാതെ അമ്മായിയച്ഛനെ കാണാനും ബിരിയാണി കഴിക്കാനും ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനും പോകുമ്പോൾ വിമർശിക്കപ്പെടും. അങ്ങനെ വിമർശിക്കപ്പെടുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഒരു പാവം അമ്മച്ചിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇത്തരം വീഡിയോ ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കല്ല ചെയ്യേണ്ടത്. അത് മാന്യതയ്ക്ക് ചേർന്നതല്ല. കഷ്ടം.